ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഞ്ജുവാര്യർ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മഞ്ജുവാര്യരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല മഞ്ജുവാര്യർ എല്ലായ്പ്പോഴും വിവാദങ്ങളിൽ എത്തുക. മഞ്ജുവാര്യരെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ മഞ്ജുവാര്യർ സ്റ്റോക്കിങ്ങിൻ്റെ പേരിൽ, മഞ്ജുവാര്യർ തന്നെ വിവാഹം കഴിക്കണമെന്ന പേരിൽ സിനിമാ ഫീൽഡിലുള്ള സംവിധായക പ്രമുഖരോ പ്രൊഡ്യൂസറോ ഒക്കെ ആരെങ്കിലും ഒക്കെ അവരെ എന്നും പിന്തുടരാറുണ്ട്. ഇതിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും പോലീസ് കേസെടുക്കുകയും ഭയങ്കര കോലാഹലങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. എന്താണ് പൗർണമി സംഭവിച്ചത്? ഷാരിക്ക് ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ആ ഒരു വാചകം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സ്റ്റോക്കിംഗ് ശരിയാണ്, 100% സ്റ്റോക്കിംഗ് ആണെന്ന് ഇത് കാണുന്ന, ഈ വാർത്തകൾ കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന സനൽകുമാർ ശശിധരൻ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുകയും പരാതിപ്പെടുകയും പുള്ളിക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ആള് നാട് കടന്നു. ഒബ്വിയസ്ലി ഇപ്പം അമേരിക്കയിലാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്നുകൊണ്ടുള്ള വീഡിയോ ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ഷാരിക ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ മാസം, അതായത് 2025 ജനുവരി 18 മുതലാണ് ഈ ഒരു കയറ്റം എന്ന് പറയുന്ന സിനിമ പുള്ളി ചിത്രീകരിച്ചതിന് ശേഷം തൊട്ടാണല്ലോ ഈ പറയുന്ന സംഭവ വികാസങ്ങളെല്ലാം നടന്നത്. അപ്പൊ ആ ചിത്രം ഇതുവരെ പുറത്ത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പൊ വീണ്ടും ആ സിനിമ പുറത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പബ്ലിക്കിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അതിന് ആ മഞ്ജുവാര്യരുടെ അനുവാദം വേണം എന്ന തരത്തിലൊക്കെയാണ് സംസാരം തുടങ്ങി വെച്ചതെങ്കിലും ഈ കഴിഞ്ഞ ജനുവരി 18 തൊട്ട് ആദ്യം ആ സിനിമയുടെ ഒരു പോസ്റ്റർ ഇട്ടുകൊണ്ടായിരുന്നു, പോസ്റ്ററും കുറച്ച് വിവരണവും ഇട്ടുകൊണ്ടായിരുന്നു തുടക്കം. അതിനുശേഷം പിന്നീട് പല പോസ്റ്റുകളിലും വലിയ നോവല് പോലെ വാചകങ്ങൾ എഴുതുകയും മഞ്ജുവാര്യരുടെ ഫോട്ടോസ് അതിൽ വെക്കുകയും പിന്നെ മഞ്ജുവാര്യരുടേത് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഓഡിയോ പുള്ളി ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി പബ്ലിക്കിന് തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഏതൊരാളും ചെയ്യുന്നൊരു കാര്യം മാത്രമേ മഞ്ജുവാര്യരും ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തന്നെ പുറകെ പിന്തുടർന്ന് ശല്യം ചെയ്യുക, പുള്ളിക്കാരിയുടെ ഒരു സ്റ്റേറ്റസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവര് ജോലി ചെയ്യുന്നു, അവര് ജീവിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പം സ്വാഭാവികമായിട്ടും പബ്ലിക്കിന് എടുത്ത് വന്നതെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണോ പ്രോപ്പർ ചാനൽ ആ വഴി അവർ നീങ്ങി, അവര് പരാതിപ്പെട്ടു. ഇപ്പം ഈ പറയുന്ന സനൽകുമാർ ശശിധരനെതിരെ ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയുന്നു. അപ്പോ എന്തു തന്നെ ആയാലും ഈ ഒരു കയറ്റം എന്ന് പറയുന്ന സിനിമയിലാണ് ഇവര് ആദ്യം പരിചയപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇയാൾക്ക് മഞ്ജുവാര്യരോടൊരു അടുപ്പവും താല്പര്യവും തോന്നുന്നു. മഞ്ജുവാര്യർ അത് നിരസിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഈ ഒരു വോയിസിനെ പറ്റിയാണല്ലോ ഇപ്പം ചർച്ചകള് ഭയങ്കര കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നത്. അത് ശരിക്കും ഷാരിക ആ ഒരു സൗണ്ട് കേട്ടിട്ട് അത് മഞ്ജുവാര്യരുടെ സൗണ്ട് എന്ന് ഷാരികയ്ക്ക് തോന്നിയോ? ഇല്ല. നമ്മളൊക്കെ അരിയാഹാരം കഴിച്ചപ്പോൾ നല്ല കുത്തരിച്ചോറോ ചാക്കരിച്ചോറോ ഒക്കെ കഴിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ പൗർണമി. അല്ലാതെ ഈ സനൽകുമാർ ശശിധരൻ മാത്രമല്ലല്ലോ ഇന്ന് കഴിക്കുന്ന, അവനും മലയാളിയാണ്, നമ്മളെല്ലാവരും മലയാളികളാണ്. നമുക്ക് എല്ലാവർക്കും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലെ നല്ല സിനിമാ ചരിത്രത്തിൽ, ഇന്ത്യയുടെ സിനിമാ ചരിത്രത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞ് 14 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് ശേഷം ഇത്ര ഗംഭീരമായ ഒരു തിരിച്ചുവരവ് നടത്തിയ ഒരു നായിക നടി ഒരു പക്ഷേ നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. എല്ലാ നടിമാരും തിരിച്ചു വന്നിട്ടുണ്ട്. അമ്മ വേഷങ്ങളിലോ ആൻറ്റി വേഷങ്ങളിലോ പെങ്ങൾ വേഷങ്ങളിലോ ചേട്ടത്തിയമ്മ വേഷങ്ങളിലോ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണോ അവരിവിടുന്ന് പോയത് അതേ വേഷം തന്നെ തിരിച്ചിട്ടുകൊണ്ട് മലയാള സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യുകയും അത് വമ്പൻ ഹിറ്റുകളായി മാറുകയും ചെയ്ത ദ പവർഫുൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് അവരെ തീർത്തും വിളിക്കാം. അത് അവരുടെ പേഴ്സണൽ ജീവിതം കൊണ്ടായാലും അതല്ല ഫിലിം ജീവിതം കൊണ്ടായാലും നമ്മൾ വിളിച്ചു പോകും. ബിക്കോസ് ചരിത്രം അതാണ് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇങ്ങനെയുള്ള കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതെന്ന് ഈ സനൽകുമാർ ശശിധരൻ എന്തുകൊണ്ട് ഓർത്തില്ല? ഈ ഓഡിയോ പുള്ളി ഇപ്പം ഈ ഓഡിയോ റിലീസ് ചെയ്തു. ഇത് കാണുന്നവരെല്ലാം സ്വാഭാവികമായിട്ടും മഞ്ജുവാര്യരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ പുള്ളിയെ ഫോളോ ചെയ്യുന്ന മഞ്ജുവാര്യരെ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ. ഇതിൽ 100-ൽ ഞാൻ കണ്ടിടത്തോളം, 100-ൽ 100 ഞാൻ തീർത്ത് പറയുന്നില്ല, 100-ൽ ഞാൻ 9 അല്ലെങ്കിൽ ഞാൻ കണ്ടിടത്തോളം അതിനകത്ത് പറയുന്ന ഏക കാര്യം എന്ന് പറയുന്നത്, ഇത് ഏത് പൊട്ടനും മനസ്സിലാവില്ലേ, മഞ്ജു വാര്യരുടെ സൗണ്ട് അല്ല, ഇത് ഏതോ തമിഴ് മലയാളി അല്ലെങ്കിൽ ആരോ ഇയാളെ മന്ദബുദ്ധിയാക്കാണ്, ഇയാൾ ഒരു സൈക്കോ ആണ് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. കാരണം ഈ സൗണ്ട് കേൾക്കുമ്പോൾ മഞ്ജു വാര്യർക്ക് എന്താ ഇത്രയും മലയാളമേ അറിയുള്ളൂ, അവർക്ക് മലയാളം അറിയില്ല. അവർ പല വേദികളിലും നല്ല അടിപൊളിയായിട്ട് മലയാളത്തിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് മലയാളം നന്നായിട്ട് അറിയാം. ഏറ്റവും അവസാനം ഏതോ ഒരു വോയിസ് ക്ലിപ്പില് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഒരു തമിഴ് മിക്സ് ചെയ്തുള്ള മനസ്സിലായോ എങ്ങനെയായിരിക്കും? നമ്മൾ മറ്റേ ആ വിനായകന്റെ ഡയലോഗ് പറഞ്ഞു മനസ്സിലായോ, അത് പറഞ്ഞു തന്നെ ട്രോളുകൾ വരെ വരാൻ തുടങ്ങി. എന്ത് മഞ്ജുവാര്യർക്ക് എന്താ അതുപോലും പറയാൻ അറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ കൂടുതലും വിമർശനങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ആരോ ഇയാൾ ഇത്രയും മണ്ടനായിട്ടാണോ ഏതോ ഒരു സ്ത്രീ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ് ഇയാളെ പറ്റിക്കാനോ കബളിപ്പിക്കാനോ ശ്രമിച്ചിട്ട് ഇയാൾക്ക് അത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇയാൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നോ ശാരിക? അല്ല പറഞ്ഞു, ഈ മഞ്ജു വാര്യരെ എന്ന പേരും പറഞ്ഞ് ഇയാളെ പറ്റിച്ചാന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഇയാൾ തന്നെ ഇത് ബിൽഡ് ചെയ്ത, ഇയാൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു വോയിസ് ഓവർ ആവാനാണ് സാധ്യത. ബിക്കോസ് അയാൾ ഒരു സംവിധാനം, അയാൾക്ക് ടെക്നീഷ്യന്മാരുമായിട്ട് ഇന്നത്തെ കാലത്ത് ഭയങ്കര അഡ്വാൻസ്ഡ്, ആരുടെ സൗണ്ടിൽ വേണമെങ്കിലും എന്തും ഉണ്ടാക്കാം. പക്ഷേ ഒരാളുടെ നാച്ചുറൽ സൗണ്ട് തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ അതെന്തുകൊണ്ട് അയാൾക്ക് മനസ്സിലായില്ല? ആൾക്കാർ പറ്റിക്കപ്പെടും എന്ന്, അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടും എന്ന് ഇയാൾ വെറുതെ മൂഢധാരണയായിരുന്നു. ഇയാൾ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക, ഫോളോ ചെയ്ത് ആ ഒരു വ്യക്തിയെ മാക്സിമം ഉപദ്രവിക്കുക തന്നെയല്ല. അതിനകത്ത് അയാൾ ചോദിക്കുന്നുണ്ട്, മഞ്ജു വാര്യരുടെ സൗണ്ട് അല്ല എങ്കിൽ മഞ്ജു വാര്യർക്ക് ഒരു പ്രസ് മീറ്റ് വിളിക്കായിരുന്നല്ലോ, അല്ലെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് പറയായിരുന്നല്ലോ, അല്ലെ ഞാനുമായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് കണക്ഷൻ ഉണ്ട്, എന്നോട് നേരിട്ട് പറയാമായിരുന്നല്ലോ, അത് എന്റെ വോയിസ് അല്ല. ജീവന് ഭീഷണി ഉണ്ടെന്നാ പറയുന്നത്. ആർക്ക്? മഞ്ജു വാര്യർക്കും മകൾക്കും ഭീഷണിയുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോ ഇങ്ങനെ പറ്റുള്ളൂ എന്ന് മഞ്ജു വാര്യരുടെ ജീവിതം എന്ന് പറയുന്നത് മലയാളികൾക്ക് കാണാപ്പാടമാണ്. അതിൽ മഞ്ജു നിശബ്ദത പാലിച്ച ഭാഗങ്ങൾ മാത്രമേ മലയാളികൾക്ക് അറിയാതെയുള്ളൂ. ബാക്കി എല്ലാം തന്നെ മലയാളികൾക്ക് മഞ്ജു വാര്യർ തുറന്ന പുസ്തകമാണ്. അതാ ഞാൻ പറഞ്ഞത്, മഞ്ജു വാര്യർ അടച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പശ കൊണ്ട് തേച്ചു വെച്ചിരിക്കുന്ന പേപ്പർ താളുകളിലെ കഥകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം മലയാളികൾക്ക് അറിയാം. അത് മഞ്ജു വാര്യർ മനഃപൂർവ്വം ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും അവർ ദിലീപുമായിട്ടുള്ള അവരുടെ വിവാഹം, അതിനുശേഷമുള്ള വിവാഹം മോചനം, അവരുടെ മകളുടെ കേസുകൾ, അവരുടെ തിരിച്ചുവരവ്, ഇതിനൊക്കെയും അവർ ഏതെല്ലാം മാധ്യമങ്ങളിൽ അവർ സിനിമയായിട്ട് എന്ത് വർത്തമാനവും മഞ്ജു വാര്യർ പറയും. പക്ഷേ പേഴ്സണൽ കാര്യം, അതായത് ഭൂതകാലത്തിലെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും തന്നെ അവർ പറയാറില്ല. അവരുടെ മകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നവരുടെ മുൻ ഭർത്താവിനെ കുറിച്ചോ ഒന്നും അവർ പറയാറില്ല. ഖമ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്നാൽ അവരെ കുറിച്ച് ആരോടും മോശമായിട്ടും പറയാറില്ല. ഒന്നും ഷീ കെപ്റ്റ് സൈലൻസ് ഓൾ ദീസ് ഇയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അക്കാര്യത്തിൽ എനിക്ക് അവരോട് ബഹുമാനമാണ്. അത് വളരെ പ്രത്യേകിച്ച് എല്ലാവരും പറയും സ്ത്രീകൾ വായാടികളാണ്, സ്ത്രീകൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയില്ല, സ്ത്രീകൾക്ക് വേണ്ടാത്തടത്ത് കയറി വർത്തമാനം പറയും. അതിനൊക്കെ ഒരു അപവാദമാണ് മഞ്ജു വാര്യർ. ഷീസ് നോട്ട് എ ലേഡി ഓൺലി. അവരൊരു ലേഡി, ഒരു മിയർ സ്ത്രീ എന്നവരെ നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. ഷീസ് സംതിങ്, എന്താ പറയുന്നത്, സംതിങ് വേറെ ലെവലാണ്. അവർ വേറെ ലെവലെന്ന് തന്നെ, അവരൊരു പ്രത്യേക ജന്മമാണ്, അല്ലെങ്കിൽ പ്രത്യേക ഒരു മനുഷ്യനാണ് അവർ. ഒരു സ്ത്രീ എന്ന് നമുക്ക് അവരെ അങ്ങനെ ഒരു സ്ത്രീ മാത്രമാണെന്ന് പറയുന്നത് സ്ത്രീയുടെ ചേഷ്ടകളൊന്നും അവർ കാണിക്കുന്നില്ല. തളർന്നു പോയിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരാൾ, അത് ഉറപ്പായിട്ടും ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നമുക്ക് പറയാനാണെങ്കിൽ ഇങ്ങനെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ സിഗ്നേച്ചറുള്ള അല്ലെങ്കിൽ അവരുടെ പൊസിഷനിലുള്ള ഒരു സിനിമാ നടിയും ഇന്ന് മലയാള ചരിത്രത്തിലോ അല്ലെങ്കിൽ മലയാള സിനിമാ ചരിത്രത്തിലോ അല്ലെങ്കിൽ ഹിന്ദി സിനിമാ ചരിത്രത്തിലോ അല്ലെങ്കിൽ ഒന്നിലുമില്ല, ഒരിടത്തും തന്നെ കാണാനാവില്ല. അപ്പോൾ ഇത്രയും കാലം അവർക്ക് ഇത് സൈലൻസ്, അവരുടെ ഈ പേഴ്സണൽ ലൈഫ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ത്രട്ടണിങ് ഉണ്ടെന്ന് അറിയാമെങ്കിൽ അവർക്ക് അറിയിക്കേണ്ട എത്രയോ ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ എന്തോരം കോൺടാക്ട്സ് ഉണ്ട്. അവരെ മകളെ പോലെ, അവരെ സഹോദരിയെ പോലെ, അവരെ കൂടപ്പുറപ്പിനെ പോലെ ആത്മാർത്ഥമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പാർട്ട് ഫ്രം സിനിമയ്ക്ക് അപ്പുറം. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് മഞ്ജുവാർക്ക് അന്നും ഇന്നും കോൺടാക്ട്. സിനിമയ്ക്ക് ഉള്ളിലേക്കാളും എനിക്ക് കോൺടാക്ട് എന്ന് തോന്നുന്നു അതിന് പുറത്തുള്ള ആൾക്കാരുമായിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് പറയാമല്ലോ. അതിപ്പോൾ കുറച്ച് മുമ്പ് മിനിറ്റുകൾക്ക് അപ്പുറം വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നടി, അത് ഏത് നടിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, മൊഴി നൽകിയിട്ടുണ്ട്. അയാളുടെ ജാമ്യം റദ്ദാക്കണമെന്നും അയാളെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് അതുകൊണ്ട് തന്നെ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി. അമേരിക്കയിലേക്ക് മിക്കവാറും അമേരിക്കക്കാരെ അയാളെ ഇങ്ങനെ കെട്ടിച്ച്, പ്രത്യേകിച്ചും ട്രംപണ്ണനുമായിട്ട് നമ്മുടെ മോദിജിക്ക് ഭയങ്കര അടുപ്പമുള്ളതുകൊണ്ട് തന്നെ മിക്കവാറും വേണമെങ്കിൽ അദ്ദേഹത്തിലേക്ക് വരെ സംഭവങ്ങൾ എത്തും എനിക്ക് തോന്നുന്നു. കാരണം ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം ആദ്യത്തെ കേസ് കേരളത്തിൽ നിന്ന് തന്നെ ആവട്ടെ എന്നായിരിക്കും വിധിക്കാൻ പോകുന്നത്. കൊണ്ടുവരാനുള്ള ശ്രമം ഉടൻ തന്നെ ഉണ്ടായേക്കാം എന്നും പറയപ്പെടുന്നുണ്ട്. അയാളൊക്കെ അവർക്ക് ആരുമില്ല, അല്ലെങ്കിൽ അവർക്ക് ആരും ഉണ്ടാവില്ല, അവർ പ്രതികരിക്കില്ല എന്ന് അറിഞ്ഞിട്ടാണോ ഈ സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള അവാർഡുകളൊക്കെ വാങ്ങിച്ച് അയാളുടെ സിനിമകൾ 10 സിനിമകളെ ചെയ്തിട്ടുണ്ടെങ്കിലും ആസ് എ ഡയറക്ടർ ഈസ് ഗുഡ്. അയാളുടെ സിനിമകളൊക്കെ ഭയങ്കര ഇന്റർനാഷണൽ ബുസാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിച്ചു. കയറ്റം പോലും ബുസാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അവാർഡ് വാങ്ങിച്ച പടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആവണമെന്നുണ്ടോ? അതിനകത്തൊരു റിപ്പോർട്ടർ ചോദിച്ച പോലെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ സമ്മതമോ അയാളുടെ ഇഷ്ടമോ ഒന്നും നോക്കാതെ എനിക്കങ്ങ് പ്രണയമാണെന്ന് പറയുക. ശരി, ഓക്കെ, പ്രണയമാണെന്ന് പറഞ്ഞു. അവർ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. പ്രണയമാണെന്ന് പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ. അവരുടെ മൗനത്തെ മുതലാക്കുക. അതൊരു തരം നാർസിസമോ അല്ലെങ്കിൽ ഒരുതരം സൈക്കിക് വൈബ്രേഷനോ ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മളിപ്പോൾ കുറെ കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ. അപ്പുറത്തുള്ള ആൾ മിണ്ടാതിരിക്കും തോറും അതിനെ മുതലാക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിന് പുറകെ നടന്ന് അവരെ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ സഹി കേട്ട് അവസാനം മഞ്ജു വാര്യരാൽ തന്നെ ഇയാൾ ജയിലിൽ കിടക്കുന്നു ലക്ഷണം കണ്ടു തോന്നുന്നു. അയാളുടെ ആവശ്യം എന്താ? മഞ്ജു വാര്യർ ഇപ്പൊ ഒന്ന് പറയണം, എന്റെ വോയിസ് ഓവർ അല്ല. അതെന്തൊരാവശ്യമാണത്? അല്ല, മഞ്ജു വാര്യനെ കൊണ്ട് എങ്ങനെയും പുള്ളിക്ക് വേണ്ടി ഡയറക്റ്റ് സംസാരിപ്പിക്കുക, അതാണ് പുള്ളിയുടെ ലക്ഷ്യം എന്ന് തോന്നുന്നു. ഇയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഒരു തരത്തിലും മഞ്ജു വാര്യർ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഉറപ്പായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത് അയാൾ കോ പ്രൊഡ്യൂസറും കൂടെയാണ് മഞ്ജു വാര്യർ ഈ കയറ്റത്തിന്. അതുകൊണ്ടായിരിക്കാം മേ ബി അതിന്റെ പേരും പറഞ്ഞ് മഞ്ജു വാര്യരെ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കയറ്റ സിനിമയുടെ ഷെഡ്യൂളിൽ തീർന്നപ്പോൾ തന്നെ മഞ്ജു വാര്യർക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ പകുതി ആയപ്പോൾ തന്നെ മഞ്ജു വാര്യർക്ക് ആ സംഭവം കത്തിട്ടുണ്ടാവും. ഇവൻ പ്രശ്നമാണ്, ഇവന് മറ്റേ അസുഖം ഇളകിയിരിക്കുവാണ്, തലയിൽ ഇരിക്കും എന്ന് തോന്നിയപ്പോൾ തന്നെ മഞ്ജു വാര്യർ ആ കോൺടാക്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടാവണം.
അതുകൊണ്ട് ആവണം കോ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു കോണ്ടാക്ട്, അതായത് ഇനി റിലീസ് ചെയ്യാം അതിന്റെ പേരിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നായിരിക്കാം മിസ്റ്റർ സനൽ വിചാരിച്ചത്. പക്ഷെ അത് ചീറ്റിപ്പോയി, നന്നായിട്ട് ചീറ്റി, പടക്കം ശരിക്കും നനഞ്ഞുപോയി. ഇനി ഇത് കത്തുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും പോലീസ് ഇവനെ അമേരിക്കയെ തിരക്കിക്കൊണ്ട് വന്ന് പൊക്കിയെടുത്ത് മിക്കവാറും മറ്റേ വിയൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്ന ലക്ഷണത്തിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. എന്തായാലും വളരെ കഷ്ടം തോന്നുന്നു. ഒരു സാധു സ്ത്രീ അവരവരുടേതായ ഈ പറയുന്ന പോലെ കലയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് അവരുടെ ജീവിതം പോലും കലയ്ക്കായി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്ത്രീ മാക്സിമം അപവാദങ്ങളിൽ നിന്ന്, അപവാദങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞാൽ പോലും അവരെ അവര് ഒന്നും പറയാറില്ല. ആ ഒരു ചിരി മാത്രമാണ് അവരുടെ മുഖത്ത്. ഈ പറയുന്ന നമ്മുടെ ഹേമ കമ്മീഷനിലെ അപവാദങ്ങൾ പറഞ്ഞു മഞ്ജുവാര്യർ മിണ്ടുന്നില്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ മഞ്ജുവാര്യർ മിണ്ടുന്നില്ല, അതിജീവിതയുടെ കാര്യത്തിൽ മഞ്ജുവാര്യർ മിണ്ടുന്നില്ല. അത് അവരുടെ മാത്രം ഇഷ്ടമാണ്. അവരനുഭവിച്ച പീഡനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അത് അവരുടെ പേഴ്സണൽ ലൈഫായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം വന്നപ്പോൾ അത് അവരുടെ സ്വകാര്യതയെ മാനിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുണ്ട്. അതുകൊണ്ട് മഞ്ജുവാര്യർ ഇനിയെങ്കിലും വെറുതെ വിടുക. അവർ അധ്വാനിച്ച് ജീവിക്കുന്ന ധൈര്യശാലിയായ ഒരു യുവതിയാണ്, ഒരു സ്ത്രീയാണ്. അവരാരെയും ശല്യപ്പെടുത്താൻ വരുന്നില്ല. ആരുടെയും പേഴ്സണൽ കാര്യം ഇന്നേ വരെ മലയാളികളുടെ അറിവിൽ അവർ പറഞ്ഞിട്ടില്ല, ഒരാളെയും കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല, ആരോട് ഷൗട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ സച്ച് എ ജെനുവിൻ ഹ്യൂമൻ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിവേ എന്ത് തന്നെ ആയാലും ഇങ്ങനെയുള്ള പരിപാടികൾ നിർത്തുക. അത് തീർച്ചയായിട്ടും പോലീസ് അതിനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.